ഈ മേക്കപ്പ് ഒന്നും ഇല്ലാതെ കൊച്ചുവെളുപ്പാങ്കാലത്ത് ഇവൾ എന്തോ പറയാൻ വന്നാണെന്നല്ലേ ഇപ്പം ചിന്തിക്കുന്നത്. പറഞ്ഞുതരാം. റീസെൻ്റ്ലി ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അമേസിങ് റിസൾട്ടിനെ പറ്റിയാണ് നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാമെന്ന് ഞാൻ വിചാരിച്ചത്. എന്നെപ്പോലെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ ഫൈൻ ലൈൻസ് ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടെയൊക്കെ കാണുന്ന ഒരു ചെറിയ ചുളിവുകൾ, പിന്നെ ഇതുകൊണ്ടോ ഇവിടെ കാണുന്ന ഈ ടാറിട്ടപ്പോൾ ഒരു കുഴി നികക്കാത്ത കുഴിയില്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇത്. ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. സ്നെയിലിൻ്റെ കോസ് RX. ഈ സാധനം എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് പോലും എനിക്കറിയത്തില്ലായിരുന്നു. നമ്മുടെ ടൊവിനോ ചേട്ടൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാനും മേടിച്ചത്. ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. എൻ്റെ ഇവിടെ കുറച്ച് കുത്തു പാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ടാറിട്ടാ പോലും നകക്കാത്ത ഈ കുഴികളില്ലേ, കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ഈ കണ്ണിന് ചുറ്റും ഉണ്ടായിരുന്ന കറുപ്പ് അതും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഖത്തുണ്ടായിരുന്ന ചെറിയ ഈ ഫൈൻ ലൈൻസ് ഇല്ലേ, അതും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് അടിപൊളിയെന്ന് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഇത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷനും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ക്ലെൻസർ ഇട്ടിട്ട് നമ്മൾ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്കൊരു നല്ല സ്മൂത്തനിങ് ഫീല് കിട്ടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സെറം ഉണ്ട്, പൗഡർ എസൻസ് അല്ലേ, മ്യൂസിൻ പൗഡർ എസൻസ് എന്ന് പറഞ്ഞ ഒരു സെറം ഉണ്ട്. അത് നമുക്ക് തേച്ച് കൊടുക്കാം. ഉണ്ടോ, ഒരു ഇത്രയും പൊടി എടുത്താൽ മതി, ഇത്ര മതി. ഉണ്ടാ ഇത്രയും മതി. കാണുന്നുണ്ടോ? അത്രയും മതി കേട്ടാ. സോ കോസ്റ്റ്ലിയാ, ഹാൻഡിൽ വിത്ത് കയറാം. അപ്പോൾ ഇത് നമ്മുടെ മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. എഴുന്നേറ്റതേ ഉള്ളൂ, ഒന്നും ഇട്ടിട്ടില്ല, മുഖത്തൊരു സാധനം ഇല്ല. എൻ്റെ മക്കളെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ, എൻ്റെ കുറേ നാളത്തെ എല്ലാ പ്രോബ്ലവും മാറി, മുഖം ഒന്ന് ക്ലിയർ ആയി കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക. ഇത് പെയ്ഡ് പ്രൊമോഷനോ അല്ലെ ഒന്നുമല്ല, നല്ലതെന്ന് തോന്നി നല്ലതെന്ന് പറഞ്ഞു തന്നു, ഇത്രയേ ഉള്ളൂ. ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പം തന്നെ ഒരു ചെറിയ ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ അടുത്ത ഗ്ലോ കാണിച്ചു തരാം. അതുകൊണ്ടില്ല, ഓൾ ഇൻ വൺ ക്രീമാണ്, അഡ്വാൻസ്ഡ് സ്നെയിലിൻ്റെ ഓൾ ഇൻ വൺ ക്രീം. ഇതിൻ്റെ ഫേക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും നോക്കി മേടിക്കണം. അത് നോക്കി മേടിക്കേണ്ട. ഇതിൻ്റെ ബാക്കിലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടി നമുക്കറിയാൻ പറ്റും ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതും നമ്മുടെ ഇച്ചിരി ഒരു പയർമണിയോളം എടുത്താൽ മതി. ഇതാണ് എൻ്റെ പയർമണി. ഇത്രയും പയർമണിയോളം എടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് അങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അതും ഇങ്ങനെ ടേബ് ചെയ്ത് കൊടുക്കണം. ഫോണ് കുത്തി കൈക്ക് സ്പീഡ് വെച്ചെന്ന് ഇപ്പം എൻ്റെ അമ്മ പറയും. എൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. അപ്പൊ പറയും, ഫോണ് കുത്തി പെണ്ണിന്റെ കൈ ഇരിക്കുന്ന കാര്യമൊക്കെ നമ്മുടെ വീട്ടിൽ പലതും പറയും. ഞാൻ ഇതുപോലുള്ള വീഡിയോസ് തുടങ്ങിയാലോ എന്ന് വിചാരിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണേ. നല്ലത് മാത്രമേ പറഞ്ഞുതരുള്ളൂ. ഈ കഴുത്തിൽ ഇങ്ങനെ ടാഗ് ചെയ്യാനൊക്കെ വലിയ പാടാടി. ബാക്കി കുറച്ച് ഹോട്ടലുണ്ടല്ലോ, ഇവിടോട്ടൊക്കെ തയ്ച്ചു പിടിപ്പിക്കാം. ബാക്കി കുറച്ച് കൂടുതലൊന്നും കരുതി വിഷമിക്കൊന്നും വേണ്ട, എവിടെയൊക്കെ പിടിപ്പിച്ചേൽപ്പിക്കാം. ഇച്ചോടി തോന്നിക്കുന്നില്ല. ഈ കൊടിയുടെ അവിടെ നമുക്ക് ഇത്തിരി കൂടുതൽ. ഈ കൊടി എങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് കണ്ട വന്നതാണ് കേട്ടോ. അതിനുശേഷം ഇത് പോയിട്ടില്ല, അപ്പോഴും കണ്ട വന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ അത് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്നറിയോ? ആവശ്യമില്ലാത്ത കണ്ടടച്ചാതി സാധനങ്ങളൊന്നും ഉപയോഗിക്കണ്ട, ഹോം റെമഡി ഉപയോഗിക്കണ്ട, ഒന്നും വേണ്ട. കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ മുഖമൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഡ്യൂട്ടി വർക്ക് അങ്ങനെ ആയത് കാരണം ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിലെ സാധനം അതും ഇത്ര ഒരു കടുകുമണിയോളം മതി. കാണുന്നുണ്ടോ? കടുകുമണിയോളം മതി. എന്നിട്ടത് എടുത്തിട്ട് ഹാൻഡിൽ വിത്ത് കയറാം. കോസ്റ്റ്ലി സാധനം അതിങ്ങനെ നമ്മൾ രണ്ട് കൈയിലായിട്ട് മാറ്റുക. ഒരു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഓൾ ഇൻ വൺ ക്രീം മാത്രം മേടിക്കാണ്ട് പോയപ്പം നമ്മൾ അതിൻ്റെ സൈറ്റിൽ കയറുമ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ കാണുമല്ലോ, അങ്ങനെ മേടിച്ചതാണ് ഈ ബാക്കി പ്രോഡക്ട്സുകളും. എന്തായാലും റുട്ടീൻ അങ്ങ് ക്ലിയർ കുഴപ്പമില്ല, എല്ലാം നോക്കാൻ പറ്റുമായിരിക്കും. റുട്ടീൻ അങ്ങ് ക്ലിയർ ആവുമല്ലോ. അതുകൊണ്ട് അതെന്നെ ചൊറിഞ്ഞു പൊട്ടിക്കുന്ന. പിന്നെ വേറൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം, ഈ
സാധനം തേക്കുന്നതിന് മുന്നേ ഈ സെറം തേച്ചിട്ട് നൈറ്റ് റൊട്ടീനിൽ, നൈറ്റും ഈ സെയിം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക, നൈറ്റ് റൊട്ടീനിൽ ഇത് തേച്ചതിന് ശേഷം എന്താണ്ട് നമ്മുടെ ഓർഡിനറിൻ്റെ 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഓർഡിനറിൻ്റെ റെറ്റിനോൾ 0.5% ഒരു കടുകുമണിയോളം എടുക്കുക. എടുത്തതിന് ശേഷം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് പോലെ നമ്മുടെ ഇവിടെ നിന്ന് ബാക്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെയ്തിട്ട് 24 മണിക്കൂർ അങ്ങനെ വെക്കുക. അപ്പം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമുക്കിത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീക്ക്ലി ട്വൈസ് 2 നേരം മാത്രം 2 നേരം 2 ദിവസം വീക്കിലി 2 ദിവസം മാത്രം ഇതിരിച്ചിരി കടുകുമണിയോളം എടുത്തിട്ട് അതിങ്ങനെ ഇല്ലില്ല ഇതുപോലുള്ള ഏരിയാസ് കുഴിയുള്ളെടുത്ത് ഈ ഫൈൻ ലൈൻസ് ഉള്ളെടുത്ത് അവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കുക. അതിനുശേഷം ഇത് യൂസ്ഡ് ആയി എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കിന് ഇത് വീക്കിലി 2 എന്നുള്ളത് ഇടവിട്ട് ഇൻ്റർമീഡിയൻ്റ് ഡേ ആയിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് മൺഡേ തോത്തു ചൊവ്വാഴ്ച തോക്കണ്ട, ഇപ്പോൾ മൺഡേ യൂസ് ചെയ്താൽ ട്യൂസ്ഡേ യൂസ് ചെയ്യണം. ഇപ്പോൾ തിങ്കളാഴ്ച യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച യൂസ് ചെയ്യണ്ട, ബുധനാഴ്ച യൂസ് ചെയ്യാം, അങ്ങനെ മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഇത് യൂസ് ചെയ്യാം. ഇത് എന്തായാലും 20 വയസ്സിന് കഴിഞ്ഞിട്ടുള്ളവർ യൂസ് ചെയ്യുന്നത് മസ്റ്റ് ആക്കണം എന്ന് ഞാൻ പറയും. കാര്യം 20 വയസ്സ് വരെയൊക്കെ നമ്മൾ എങ്ങനെയും ഒക്കെ അങ്ങ് തട്ടിമുട്ടി പോകും. 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രായമൊക്കെ കൂടാൻ വേണ്ടി തുടങ്ങും. അപ്പോഴൊന്നും ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. പോൺസിൻ്റെ പൗഡറും ഇല്ല, ഒരു കൺമെഷീൻ തേച്ചിട്ട് അങ്ങ് പോകുമായിരുന്നു. അന്നൊന്നും അറിയത്തില്ലല്ലോ നമുക്ക് നമ്മുടെ മോന്ത കേടാവുന്നൊന്നും. ഇപ്പം മോന്ത കേടായി തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെ യൂസ് ചെയ്യേണ്ട സാധനം തന്നെ ആയിരുന്നു, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറയുന്നൊന്നും അല്ല എന്നുള്ളത്. പിന്നെ പണ്ടുള്ളവരൊക്കെ എങ്ങനെ ജീവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും മന്തിയും റോസ്റ്റഡും ഒന്നും ഇല്ലായിരുന്നു. അന്നൊരു കപ്പയും ചീനിയും ചയമ്പും പിന്നെ ഇഷ്ടംപോലെ കയറി ഇറങ്ങിയൊക്കെ നടക്കുമായിരുന്നു. നമ്മളെ കണക്ക് വണ്ടിക്കകത്ത് കയറി ഇറങ്ങിപ്പോയി നടക്കുന്ന പരിപാടി അല്ലായിരുന്നല്ലോ. പിന്നെ ഫുഡും അതുപോലെ അല്ലായിരുന്നല്ലോ, മായമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്രയും നാൾ ഇതുപോലത്തുള്ള പ്രോഡക്റ്റ്സ് ആയിട്ട് ഞാൻ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് നല്ലതാണെന്നുള്ളത് ഞാൻ പറയുന്നു. ബാക്കി കാര്യം നമ്മൾ പറയാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഈ മെയിൻ സാധനം. നിങ്ങൾ എന്ത് യൂസ് ചെയ്തില്ലേലും ഉണ്ടല്ലോ ഈ സാധനം യൂസ് ചെയ്യണമെന്ന് ഞാൻ മസ്റ്റായിട്ട് പറയും. ഇത് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇല്ല ഈ സാധനം, അതും ഇതുകൊണ്ട് ഒരു കടുകുമണിയോളം അല്ല, ഇത് ഇച്ചിരി പയർമണിയോളം എടുത്തു. എന്നിട്ട് ഇതുണ്ട ഇത്രയും കാണാം. പിന്നെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എല്ലാവരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. അതൊന്ന് ഇച്ചിരി അബ്സോർവ് ആവേണ്ട ടൈം കൊടുക്കണം. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ട് പോവാം. അതും ഇങ്ങനെ തേക്കുമ്പോൾ വാ ഇത്രയും ഗ്ലോ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ ഇല്ല, മറ്റേ റോസ്റ്റ് ചെയ്യുന്ന ചേട്ടൻ എന്നെ ഇപ്പോൾ എടുത്ത് വന്ന് റോസ്റ്റ് ചെയ്യായിരിക്കും. ചേട്ടാ സത്യമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഇവർ കൂടി പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം തന്നെ തെറ്റിദ്ധരിക്കല്ലേ, പ്രമോഷനൊന്നും അല്ല, സത്യമായിട്ട് പൈസ കൊടുത്ത് മേടിച്ചത്. സൗദി വെച്ചിട്ട് പൈസ കുറവാണ് നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മറക്കരുത് കേട്ടോ. നമ്മൾ എന്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ മുഖത്തൊരുമാതിരി മറ്റേ കാപ്പിപ്പൊടി തേച്ചത് കണക്കും കഴുത്തില്ല, മുഖത്തൊരുമാതിരി വൈറ്റ് വാഷ് അടിച്ചിട്ട് കഴുത്തെ പെയിന്റ് അടിക്കാൻ മറന്നു പോയത് കണക്കിരിക്കും. അതുകൊണ്ട് ഇത്രയും റുട്ടീൻസ് മസ്റ്റായിട്ട് നിങ്ങൾ ഒരു മാസമെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും 4 ദിവസമായിട്ടുള്ളൂ. അടിപൊളി റിസൾട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. എൻ്റെ നേരത്തെ ഫോട്ടോയിലും മുഖത്തിലും ഒക്കെ ഫിൽറ്ററൊന്നും ഇല്ല കേട്ടോ, ഫിൽറ്ററൊന്നും ഇല്ല. എൻ്റെ ഇത് ഇച്ചിരി ലൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ ആണോ? അല്ല, ലൈറ്റിൻ്റെ ഒന്നും അല്ല. ഇത് ശരിക്കും പറയാൻ അടിപൊളി റിസൾട്ടാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത്ര നാൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. ഇതെന്തായാലും യൂസ് ചെയ്തിട്ട് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നത്. ബാക്കി വരുന്ന കയ്യിലൊക്കെ ഇങ്ങനെ വീട്ടോ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ സുന്ദരിമണിയായിട്ട് മേക്കപ്പിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഇനി വേണമെന്ന് വെച്ചാൽ ഒരിച്ചിരി കൺമഷി ഇട്ട് ഒരിച്ചിരി ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റ്, നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള അടിപൊളി സ്കിൻ കെയറും ആയി മേക്കപ്പും ആയി. സോ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക ഈ സാധനങ്ങൾ. എന്നെ ഫോളോ ചെയ്താലും സന്തോഷം മാത്രം. ഇത്രയും സാധനങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കും. റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്നോട് പറ, നമുക്ക് എന്തെങ്കിലും വഴി അടുത്ത് നോക്കാം.